ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ചെറുപയർ നീർദോശയും ലഞ്ച് ബോക്സുമായിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിലും മോനെ ബസ് കോൺവേഴ്സ് കേൾക്കുന്നതിന് മുമ്പ് വായിപ്പിക്കാനുള്ള സ്ഥിരം ശ്രമം ഇന്നും നടന്നു. അപ്പോഴാണ് വീണ്ടും ബുക്ക് തുറന്ന് ഉടൻ അടച്ചത്. എങ്കിലും ഞാൻ ഇനിയും സങ്കടപ്പെടുന്നില്ല. പകരം ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, പഠനത്തിലെ മടി ഒരു താൽക്കാലിക കാര്യമാണ്. എൻ്റെ ക്ഷമയ്ക്ക് ഇന്ന് ഞാൻ പുതിയൊരു തന്ത്രം ഉപയോഗിക്കും. ഈ വായനയെ രസകരമായ കളിയാക്കി മാറ്റും. ആ പോസ്റ്റ് നൽകിയുടെ നമുക്ക് വേഗം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ചെറുപയറുകാരും നീർദോശയ്ക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പം ഞാൻ ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നാക്കി കേൾക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, പാകത്തിന് ഉപ്പും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 3 ചീരപ്പറങ്കിൻ്റെ മുളകും ചേർത്തിട്ട് നമുക്കത് കുക്കർ സ്റ്റൗന്ന് വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് സുബിക്ക് നേരമാണ്, പിന്നെ മോൾക്ക് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം നമ്മളെ കറി എന്നുണ്ട് റെഡിയാക്കിയൊക്കെ. അപ്പോഴേക്ക് നമുക്ക് നീർദോശക്കുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി വെക്കണം. അത് വെച്ചോ ഏതായാലും നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഈ കറി ഇവിടെ റെഡിയാക്കട്ടെ കേട്ടോ. ഇത് വറുത്തെടുക്കണം. പിന്നെ അതിൻ്റെ ആ ഒരു ടൈമിൽ 5:30 അവളെ വിളിക്കണം. അപ്പോൾ ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നാക്കി കഴുകിയിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കട്ടെ. അപ്പോഴേക്ക് ഇവിടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ പൊടിയും ചേർത്തിട്ട് ഇനി എല്ലാവർക്കും ഒരു ചൂട് ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നീ അല്പം മധുരം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ടെടുത്തിട്ടില്ല. അപ്പം അതിന് പിന്നെ ഇതിട്ട് വേണം. അപ്പോൾ അത് അരിയൊക്കെ നന്നാക്കി കുതിർത്തി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ നീർദോശൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളെ ദോശ ഇങ്ങനെ ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഇത് 3 ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നാക്കി മിക്സ് ചെയ്യുക. വോയിസൻസ് ചിലപ്പോൾ കിട്ടൂല കേട്ടോ. അതിൽ എന്താ ആപ്പിന് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പോൾ മഞ്ഞ് കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചായയിലേക്ക് പാകത്തിന് മധുരമൊക്കെ ചേർത്തി കൊടുത്തിട്ട് നമ്മളിതാ ദോശൻ്റെ കട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2-3 വെച്ചിട്ട് എടുത്തിട്ട് വേണം ബാക്കി നമുക്ക് പുറത്തെ വറുകടുപ്പുമല്ല ഇന്നത്തെ പരിപാടികളൊക്കെ. ഏതായാലും ഞാൻ എന്തൊക്കെ പറഞ്ഞത് എനിക്ക് വോയിസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ സംസാരിച്ച് പോവുക എന്നല്ലാതെ ഞാൻ എന്താണോ രണ്ടാമത് കിട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ട കിടക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 3 ചട്ട എടുത്തിട്ട് ഇനി ഇതിനെ കറിയൊക്കെ റെഡി ആക്കണമല്ലോ. കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് കേൾക്കുക അവിടെ തന്നെ വിളിക്കണം കേട്ടോ. പിന്നെ അലാരം വീട്ടിലൊക്കെ ഫോണായിട്ടുണ്ടെങ്കിൽ അലാരം കഴിയുമ്പോൾ ഞാനത് മുമ്പ് തന്നെ വേണം. അതുകൊണ്ട് എല്ലാവരും അടിക്കുന്നതൊക്കെ ഞാനേതാ പറഞ്ഞത് താങ്ങ് മേടിച്ചിട്ട് വേണം ആളെ വിളിക്കാൻ. പിന്നെ വിളിക്കാൻ പോകുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞൊരു മടിയൊക്കെ ഉണ്ടായിട്ട് വരും. അവിടെ പോയതിനു ശേഷം ഇതിനൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഏതായാലും കറി വറവൊന്നും കേട്ടെ ഞാൻ. അപ്പോൾ ഇന്നത്തെ ദോശക്ക് കൂട്ടായി പ്രോട്ടീൻ നിറഞ്ഞ ചെറുപയർ കറി. ഓരോ സ്പൂൺ ചേരുവകളും ഒരുക്കുന്നത് ക്ലോക്കിലെ സൂചി നോക്കിയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വറവിടണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ ഇവിടെ ഒരു മണ്ണിതിരി ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വെള്ളം വാർന്നതിന് ശേഷം മണ്ണിതിരി ചട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളം വാരാനൊക്കെ കുറച്ച് ടൈം എടുക്കും. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചൂടായ ചട്ടിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അപ്പുറത്ത് സവാളൻ്റെ ചെറിയൊരു ഇതെടുത്തിട്ട് സവാള വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ വേണമെങ്കിൽ എടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ വേവിച്ചൊക്കെ പൊട്ടി നിറഞ്ഞ നല്ല ചെറുപ്പയറിൻ്റെ കറി ഇതിലേക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുബീക്കാൻ ഇത് റെഡി ആക്കി വെച്ചതുകൊണ്ട് ഇനി പുറത്തെ വറുക്കെടുക്കുമ്പോൾ ധൈര്യമായിട്ട് പോകട്ടെ, ഉഷാറായിട്ടാണ് പോകാം. മറ്റേത് എനിക്ക് പുറത്ത് വറുക്കെടുക്കുമ്പോൾ കത്തിച്ചാലും വേണം. പിന്നെ ഒരു കറി വറവിടാൻ അവിടെ കറി അതൊക്കെ വെച്ച് പോകും. പിന്നെ അതൊക്കെ ഇതാക്കുമ്പോൾ കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു വറവിടാനൊക്കെ ഒരു വരവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ അത് അങ്ങനെ മിന്നു മദ്രസക്ക് പോയിട്ട് അപ്പോൾ കൂടെ ഉള്ളത് കുട്ടികൾ അവരുടെ അളപ്പെല്ലാം പോകുന്നത് നേരം 6 മണി. അപ്പോൾ ഞാൻ പുറത്തെ വറകടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകാണ്. അപ്പോൾ അതിൽ ഈ അടുപ്പത്ത് നമുക്ക് ഫുഡ് റെഡിയാക്കണം, ചോറ് റെഡിയാക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ വോയിസ് വേറെ സ്ഥലത്തും ഞാൻ ചെയ്യുന്നത് വേറെ എന്തൊക്കെയാണ് കേട്ടോ. ഈ ഒരു ആപ്പിൻ്റെ പ്രശ്നം ഞാൻ ഇതിനനുസരിച്ച് പറഞ്ഞു പോകുന്നുണ്ടെന്നല്ലാതെ ഇതെനിക്ക് ശരിക്കും ചില സമയത്ത് കേൾക്കാൻ കഴിയില്ല, ചില സമയത്ത് കേൾക്കാൻ കഴിയില്ല. അതായത് ഞാൻ ഇതിൻ്റെ വെണ്ണത് ഊരിയെടുത്തിട്ട് അപ്പം ഇതിൻ്റെ റിങ്ങൊക്കെ മാറ്റിയിട്ട് വേണം. അപ്പോൾ ഇവിടെ
ചോറിൻ്റെ വെള്ളം വെക്കണം. അങ്ങനെ അപ്പുറത്തെ അടുപ്പത്തും ഒക്കെ ചാരൊക്കെ കൂടിയെടുത്തിട്ട് ഇനി അപ്പുറത്തേക്ക് ഇനി എന്താണ് ദോശത്തിൻ്റെ ചട്ടിയൊക്കെ വെച്ചിരിക്കണം. നടുത്തിട്ട് വെള്ളം വെക്കണം. അപ്പോൾ ഈ തേക്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം എന്താണ് വെക്കാൻ വേണ്ടിട്ടോ. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടായി പോകുന്നു. അത് നീ ഇവിടെ അടിച്ചു കയറി ക്ലീനാക്കട്ടെ കേട്ടോ. അപ്പം നീ പുറത്ത് വെച്ച് ഇവിടെ തീയും കുടിപ്പിച്ചാൽ പിന്നെ നീ അകത്തൊക്കെ എന്താ കറി തന്നെ റെഡിയാക്കിയതുകൊണ്ട് വല്ലാത്ത പ്രശ്നം അങ്ങനത്തെ ആ ഒരു വക പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇവിടെ റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ അപ്പോൾ ചുണ്ണേൻ്റെ അടിയിൽ ഒന്ന് കറിക്ക് ഒന്ന് വറക്കാനൊക്കെ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ സുഖിക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നടുപ്പത്തേക്ക് വെള്ളം ആവശ്യം കേട്ടോ. അപ്പോൾ അതങ്ങ് എന്താണ് ചെകിരിയൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മളെ അടുപ്പൊന്നാണ് ഐശ്വര്യമായിട്ട് കത്തിച്ച് തുടങ്ങിയാണ്. മദ്രസയിൽ പോകുന്ന കുട്ടികളിലുള്ള ഏതൊരമ്മയും പോലെ തന്നെ എൻ്റെ ദിവസം ഇവിടെ അടുക്കളയിൽ കൃത്യം 5 മണിക്കില്ലേ ഒരു തിരക്കിങ്ങനെ എന്താ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് അടുത്തത് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടില്ല. അതിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കാനാണ് കുട്ടീനെ പഠിപ്പിക്കുക. പിന്നെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ കൂടുതലും അവരെ പഠിപ്പിക്കാനും ആ നേരത്തെ ഇങ്ങനെ ഫോണിൽ വല്ലാതെ കളിക്കാനൊന്നുമില്ല. കളിച്ചാൽ പിന്നെ അവരും ഉണ്ടാവില്ല. അപ്പോൾ പുറത്ത് അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ദോശൻ്റെ മാവൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കി കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് എന്താണ് ഒന്ന് റെസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നാക്കി ഇളക്കിയിട്ട് വേണം നമുക്ക് ദോശ ഇങ്ങനെ ചുട്ടെടുക്കാൻ. മാവ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ചെറുതായിട്ടൊക്കെ അടി പിടിച്ച് കട്ട കുത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഒരുപോലെ ലെവലാക്കി എടുക്കണം. അപ്പോഴേക്ക് അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഒന്നാവണീൻ്റെ ഇതിൽ ഇത് അപ്പൊക്കെ കണ്ടെങ്കിൽ ചുടുന്നതിൻ്റെ അടിയിൽ ഞാനിവിടെ എന്താണ് ഇങ്ങനെ അരി എടുക്കാൻ വേണ്ടി അകത്ത് തന്നെ പോകേണ്ടി പിന്നെ ഒന്ന് കേൾക്കണം. പിന്നെ അങ്ങനെ ആക്കണം. അപ്പം അതിങ്ങനെ കഴുകി വെച്ചതുകൊണ്ട് ഇനി കുഴപ്പമില്ല. അപ്പം ഈ വെള്ളം ചൂടാകാൻ നേരത്തെ നമുക്കത് ഇട്ടെടുത്താൽ മതി. അപ്പം ഞാൻ തിളക്കാനൊന്നും കാത്തിരിക്കുന്നില്ല. അപ്പം ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് എന്താ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. കുറച്ച് 2-3 ഒക്കെ അത് പിന്നെ അകത്ത് ചുട്ടെടുത്തതുകൊണ്ട് ഈ ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് ചുട്ടെടുക്കട്ടെ. പിന്നെ ആദ്യം തന്നെ 3 ഒക്കെ ഒന്ന് ചുട്ടാൽ പിന്നെ പുറത്തൊക്കെ വല്ലാതെ വരാനില്ലേ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ചോറ് വെക്കണമല്ലോ. പിന്നെ നടുവെടുത്തിട്ട് വെള്ളമൊക്കെ വെച്ച് കടാങ്ങനെ പുറത്ത് വിറകടുപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അടുപ്പ് ഇങ്ങനെ ഒരു ഐശ്വര്യത്തിന് മാത്രം ഇങ്ങനെ ഉണ്ടായാൽ മാത്രം പോരെ. ഇടയ്ക്കിടയ്ക്ക് തീയും പിടിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ അങ്ങനെ ഇടയ്ക്ക് തീ പിടിപ്പിക്കാതെ അതല്ല ചിലപ്പോൾ അതിന് എന്താ പറയുക പുകയൊക്കെ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ തള്ളിപ്പോട്ടോ. അങ്ങനെ ഇങ്ങോട്ട് തന്നെ ആവണമല്ലോ ചില ദിവസം. അങ്ങനെ 2 ദിവസം പിടിപ്പിക്കാതെ ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. 2 ദിവസം പിടിപ്പിക്കാതെ ഇരുന്നാലും 3-ാമത്തെ ദിവസം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടോ. ഇങ്ങനെ ഇങ്ങോട്ടിൻ്റെ പുകയൊക്കെ ഉണ്ട് തള്ളനാണ്. അത് പക്ഷേ പിന്നെ അതങ്ങനെ റെഡി ആയിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ദോശകളൊക്കെ ചുട്ടെടുത്തിട്ട് വേണം എനിക്ക് അകത്ത് തന്നെ പോകണം. പിന്നെ ഇവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോകണം കേട്ടോ. അങ്ങനെ അതാ ചോറിലെ വെള്ളമൊക്കെ തിളക്കാനൊന്നും ഞാൻ കാത്തിരിക്കുന്നില്ല പറഞ്ഞില്ല. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി അകത്ത് പണിയുണ്ട്. അകത്ത് പറഞ്ഞാൽ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിപ്പം പറഞ്ഞാൽ ഈ ചായക്കുള്ള വെള്ളമൊക്കെ അകത്തടുപ്പ് തന്നെ കൊണ്ട് വെക്കാൻ കേട്ടോ. ഒരു ചായ പറഞ്ഞ കുറച്ച് ചായക്ക് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കറീൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇനി കുട്ടികൾക്കില്ലേ പൊട്ടാറ്റോസ് ഒക്കെ ചോർക്കും. പിന്നെ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാനും ആയിക്കോട്ടെ പൊട്ടാറ്റോ പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് പിടിപ്പിക്കാൻ പറഞ്ഞാൽ എന്താണെന്നോ പിന്നെ അകത്തേക്കും അങ്ങനെ പായേണ്ടി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് വെളിച്ചം കണ്ടിട്ട് തീ വിട്ട് അതൊക്കെ സുഖമാണ്. എനിക്കല്ല പിന്നെ ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അരിയൊക്കെ തന്നെ അതിൽ കേക്ക് വെച്ചതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം സുബിക്ക് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇതാക്കി പിന്നെ വെള്ളമൊക്കെ വെച്ച് പിന്നെ 2-3 ദോശയൊക്കെ ചുട്ടെടുത്തതിൻ്റെ ഇടയിൽ പിന്നെ കറി എന്താണ് ആയോ അതൊക്കെ ഒന്ന് ഓഫാക്കാനൊന്നും പോകേണ്ടി വരും. സ്റ്റവ് ഓഫാക്കാനും പോകേണ്ടി വരും. ചായക്ക് ചിലപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓഫാക്കാനൊക്കെ ഉണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓട്ടം പാച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഇതാകും. അങ്ങനെ കുറച്ച് ദോശ ഏതായാലും ചുട്ടെടുക്കട്ടെ. അങ്ങോട്ട് ഞങ്ങൾക്ക് ഉമ്മാനെ എത്തിക്കണം. പിന്നെ കുട്ടീനക്ക് ഇതുപോലെ കൊടുക്കണം. അപ്പോൾ അവന് എന്താ കറിയൊക്കെ റെഡി ആണെങ്കിലും ചിലപ്പോൾ ചില സമയത്തിന് കറി വേണം. ചില സമയത്തിന് പഞ്ചസാര ഉണ്ട്. അപ്പോൾ ഇവിടെ കറി ഉണ്ട്. അങ്ങനെ കറിക്കൊന്നും കൊണ്ടില്ല. അപ്പം ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ട്രൈപ്പോഡ് കൊണ്ടിട്ട് ഞാൻ നമ്മുടെ അകത്തെ സ്റ്റൗമൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ പന്തം ജീരക വെള്ളം മക്കൾക്ക് കൊടുത്ത് എത്തിച്ച് ഇടാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം വെക്കണം. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പച്ചവെള്ളമൊക്കെ നീണ്ടു കൊടുത്ത് ചുട്ടിന് തിളപ്പിച്ചാൽ വെള്ളമൊന്നുമില്ല. അല്ലെങ്കിൽ ക്ഷമിതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുറത്തുനിന്ന് തന്നെ മുക്കി എന്താ പറയുക ആ ഒരു നടത്തിൻ്റെ വെള്ളം മുക്കി കൊണ്ടിരുന്നാണ്ട് ഇതെന്താ ഇന്നൊന്ന് തിളക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് ജീരകവും ചേർത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചുമ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ വെള്ളം കൊടുത്തു വിടുന്നത്. അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഞാൻ ചായക്കിൻ്റെ വെള്ളം വെക്കണം. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടില്ലായിരുന്നു.
അതിന് ഏകദേശം ആദ്യം തന്നെ വെച്ചാൽ തണുപ്പ് വിചാരിച്ചിട്ട് കുറച്ച് വെയിറ്റ് വെക്കാൻ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ചായക്കിൽ വെള്ളം വെച്ചു. അങ്ങനെ ഏതാ ചായൻ്റെ വെള്ളമൊക്കെ ഞങ്ങളുടെ ഒന്ന് തിളച്ചപ്പോൾ അതിലേക്ക് ആവശ്യമായ പൊടിയും മറ്റക്കാരൊക്കെ ഇട്ടിട്ട് നമുക്കത് അവിടെ നിൽക്കട്ടെ. അടുത്തത് ഇതായി സ്കൂൾക്ക് പറഞ്ഞിട്ട് വേണം ഇതാക്കി കൊടുക്കുക. അപ്പം കറിയൊക്കെ അവിടെ നേരത്തെ റെഡി ആയതാണ്. അപ്പം നീ ഇന്ന് മദ്രസ് വിട്ട് വന്നിട്ടുണ്ട്, അവൾക്കില്ലതും ഇതുപോലെ കൊടുക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് എന്താ പൊട്ടറ്റോ പൊരി മകന് വേണ്ടിയിട്ട് നിർദോഷം പൊട്ടറ്റോ ഒക്കെ കൊടുക്കാനുണ്ട്. എന്താണ് സ്കൂളിലേക്ക് കൊടുത്തിട്ട് വിടുന്നത് കേട്ടോ. അങ്ങനെ സ്നാക്സ് ബോക്സൊക്കെ എന്താ നിർദോഷം പിന്നെ ഇതിലേക്ക് പൊട്ടറ്റോ കാണാം. അപ്പോൾ സ്നാക്സ് ബോക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും അപ്പോഴേക്ക് നമുക്ക് 2 പൊട്ടറ്റോ വേണ്ടി അതൊന്ന് ഒരു കാഞ്ഞിട്ട് കട്ട് ചെയ്യണം, കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് വെച്ചെടുക്കണം. അപ്പോൾ ദോശ നമ്മുടെ ഇതിലേക്ക് വെച്ചെടുക്കട്ടെ. അപ്പോഴേക്കും എന്താണ് പൊട്ടറ്റോ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് കൊണ്ട് പൊരിച്ചെടുക്കട്ടെ. കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്കിത് പൊരിച്ച് എടുക്കട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറുപയറിന്റെ കറി. അപ്പൊ സുബിക്ക് കൊടുക്കുന്ന എനിക്ക് പിന്നെ അതെന്താ അവൾക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾക്ക് മാത്രം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം വെള്ളമായാലും അതൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആക്കി വെച്ചത്. അപ്പൊ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ആ കറി തന്ന് നീട്ടി കൊടുത്തത് മാത്രം കേട്ടോ. അപ്പൊ അതാ നമ്മളുടെ എന്താണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് എന്താ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ വെച്ചെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്ക് പൊട്ടൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കട്ടോ. 2 ആൾക്കുണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഇവർക്ക് ഇനി കറി ഉണ്ടായാൽ പിന്നെ പൊട്ടറ്റ പൊരി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയ്ക്ക് എന്താ കറി ഒന്നും വേണ്ട. മീൻ്റെ കറി കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ കറി ഒന്നും വേണ്ട. അപ്പോൾ ഈ പൊട്ടറ്റ പൊരി തന്നെ മതിയത്. അവൾക്കുള്ള ചോറ് ഞാൻ പുറത്തുനിന്നാണ്ട് ഊറ്റിക്കാണ്ട് അവൾക്കിൽ മാത്രം പ്ലേറ്റിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി അവിടെ കടന്ന് കുറച്ചുകൂടി വന്നപ്പോൾ വേവാണ്ട്. അപ്പോൾ അവളെ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കട്ടെ. പിന്നെ ഇതിലേക്ക് എന്താ അപ്പോൾ ചോറ് റെഡിയാക്കി ഇതിലേക്ക് പൊട്ടറ്റോ അതാക്കിയോടെ ആവശ്യത്തിന് വെള്ളം കൂടുതലാവും, ജീരക വെള്ളമൊക്കെ കൊടുത്ത് വിടണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ തിരക്ക് കഴിഞ്ഞു, ഏകദേശം തിരക്ക് കഴിഞ്ഞു. അപ്പോഴേക്കും 8:40 ആകും. അപ്പോഴേക്കും ഒരു എനിക്ക് വിശപ്പാകും. ഇവൾക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ചായ കുടിക്കാൻ. അപ്പോൾ ഏതായാലും അവളെന്നുള്ള പറഞ്ഞേക്കട്ടെ. അപ്പോൾ 2ാം ട്രിപ്പ് പൊരിക്കാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരക വെള്ളം ഒഴിച്ചെടുത്തിട്ട് അവന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അവൾ പോയതിന് ശേഷം അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതാ ഓടുകയാണ് കേട്ടോ. ഓളതിങ്ങനെ പോയി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കില്ലത് ഒക്കെ എന്താ എനിക്ക് ചായ കുടിച്ചിട്ട് വേണം അടുത്തത്. അപ്പോൾ 2ാം ട്രിപ്പ് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട എനിക്കേതായാലും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അങ്ങനെ ജിതുമോൻ്റെ സ്നാക്സിലേക്കും ഇത് എന്താണ് ദോശ ആദ്യം ആക്കി കൊടുത്തല്ലോ. അപ്പം അവന് പൊട്ടറ്റോ ആക്കി കൊടുക്കട്ടെ കേട്ടോ. അവന് ഇതിന് മതി വിചാരിച്ച് കറി വേണം വെച്ച് കറി കൊണ്ടുപോയാൽ പോരെ പറഞ്ഞപ്പോൾ കറി വേണമെങ്കിൽ പൊട്ടറ്റോ മതിയാണ്. അങ്ങനെ ഇതും റെഡിയാക്കി അടുത്തത് വെല്ലുവിളികളാണ് നേരിടുന്നത്. അപ്പോൾ അവന് ജീരക വെള്ളം ഇഷ്ടമില്ല. എനിക്ക് ആദ്യം കൊടുത്ത് വിട്ടിരുന്ന് ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവനും എല്ലാത്തിനും ഇത് എന്താ അവൾക്ക് കൊടുക്കുന്നത് കാരണം അപ്പോൾ ജീരക വെള്ളമാണ്. അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തത് അവനും എല്ലാതും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവനെ ആക്കി തരാനൊന്നും കേട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ട് ഇതാക്കി കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. അവന് കൊണ്ടേക്കട്ടെ കേട്ടോ. അപ്പോൾ അതാദ്യം നമ്മളെ കഞ്ഞിക്കൂർക്കൽ നമ്മുടെ ഇതാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് റെഡിയാകുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കുമെന്ന് അറിയില്ല. ഏതായാലും അവിടെ കിടക്കട്ടെ. മകന് വേണ്ടി നീർദോശ പൊട്ടറ്റോ പൊരിയും ഞാൻ ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം കാരണം ഈ തിരക്കിനിടയിലും എൻ്റെ ജിതുമോനുമായി ഞാൻ ലോകം മറന്ന് സംസാരിക്കുന്ന ക്ഷമ പരീക്ഷിക്കുന്ന ഒരു സമയം. നമ്മുടെ ഉമ്മമാർക്ക് സമയം കുറവായിരിക്കാം, തിരക്കേറിയതുമാകാം. എങ്കിലും മക്കൾക്കായി ഒരുക്കുന്ന ഓരോ നിമിഷത്തിലും സന്തോഷവും കരുതലും നിറക്കാം. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് വായിപ്പിക്കാൻ വേണ്ടി വന്നു. ബുക്ക് അതേപോലെ തന്നെ അടച്ചു വെച്ചു. അതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഏതായാലും അവനെ എന്താ പറഞ്ഞേക്കട്ടെ. നേരമായിട്ടില്ല, കുറച്ചൊക്കെ സമയം പോക്കിയിട്ട് അവനെ കിട്ടാത്തൊരു ടെൻഷനാണ്. പെട്ടെന്ന് ബാഗക്ക് ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കൊക്കെ എടുക്കലും കഴിഞ്ഞ് പിന്നെ തലേന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഡിലീറ്റായി പോയി സ്റ്റോറേജ് ഒക്കെ ഉണ്ടായിക്കാണ്ടില്ലേ.
ഏതായാലും അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഏതായാലും അവനിതാ ഒറ്റക്കന് വാതിൽ തുറക്കണം പറഞ്ഞൊരു വാശിയിലായിട്ട് അവന് പോകണം എന്നില്ല, അത് മാറ്റി കഴിഞ്ഞാൽ പോകണം എന്നൊരു ചിന്ത കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്ത് കണ്ട് ഇറങ്ങിയാൽ ഈ ഒരു ചെടി നിന്ന് പൂവൊന്ന് പറിക്കണ്ട, പൂവൊന്ന് പറിക്കാൻ വേണ്ടി ഒരു വരവ. അപ്പൊ ഈ ഒരു പൂവും കൊണ്ടാണ് അവരിങ്ങനെ സ്കൂൾ പോകുമ്പോൾ വണ്ടിക്ക് കയറാൻ വേണ്ടി പോവുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ല. പിന്നെ ആദ്യത്തെ ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓരോ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അവനേതായാലും പോകുന്നുണ്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അള്ളാ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.